മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മോട്ടറോളയിലെ എഞ്ചിനീയറും എക്സിക്യൂട്ടീവുമായ മാർട്ടിൻ കൂപ്പറാണ് ആദ്യത്തെ ഹാൻഡ് ഹെൽഡ് മൊബൈൽ കണ്ടുപിടിച്ചത്. മൊബൈലിനെ കുറിച്ചുള്ള രസകരമായ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ തുടർന്നു കാണുക. അതിനു മുൻപ് ബുജിയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. സാധാരണയായി സെല്ലുലാർ നെറ്റ്വർക്കുകൾ വഴി വയർലെസ് ആശയവിനിമയം അനുവദിക്കുന്ന ഒരു പോർട്ടബിൾ ഇലക്ട്രോണിക് ഉപകരണമാണ് മൊബൈൽ. 1973 ഏപ്രിൽ 3-ന് 2.2 പൗണ്ട്, അതായത് ഏകദേശം 1 കിലോ ഭാരമുള്ള മോട്ടറോള ഡൈനാടെക് എന്നറിയപ്പെടുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് കൂപ്പർ ആദ്യത്തെ പൊതു കോൾ ചെയ്തത്. ഈ കൊല്ലം മോട്ടറോള അവരുടെ 50-ാം വാർഷികം ആഘോഷിക്കുകയാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ 1953 ആദ്യമായി പുറത്തിറങ്ങിയത് മോട്ടറോള ഡൈനാടെക് 8000X എന്ന ഫോണായിരുന്നു. ഇതിനന്ന് $3995 എന്ന ഭീമമായ വിലയുണ്ടായിരുന്നു. അതായത് ആ കാലഘട്ടത്തിലെ ഏകദേശം 40,000 രൂപ. ആദ്യകാല മൊബൈൽ ഫോണുകൾ കാഴ്ചയിൽ രൂപം കൊണ്ട് വളരെ വലുതായിരുന്നു. എന്നാൽ സാങ്കേതിക വിദ്യയിലെ പുരോഗതി ചെറുതും കൂടുതൽ ഒതുക്കവുമുള്ള മൊബൈൽ ഫോണുകളുടെ രൂപമാറ്റത്തിലേക്ക് വഴിതെളിച്ചു. ഇന്ന് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വിപുലമായ ഫീച്ചറുകളുള്ള പലതരം മൊബൈൽ ഫോണുകൾ മാർക്കറ്റിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.